എ കിസ് സ്റ്റോറി പാർട്ട് 1. മുന്നിൽ നിൽക്കുന്നവനെ പിറകിലെ ചുമരിലേക്ക് തള്ളിക്കൊണ്ടവൾ കുഴഞ്ഞു പോകുന്ന തൻ്റെ ദേഹം അവനിലേക്ക് അമർത്തിവെച്ചു. ഹേയ്, വാട്ട് ആർ യു ഡൂയിങ്? അവൻ്റെ കാഠിന്യമേറിയ ശബ്ദം കേട്ടപ്പോൾ അടഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചു തുറന്നുകൊണ്ടവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ നിമിഷം അവളുടെ ഇരു കവിളിലും ആഴത്തിൽ നുണക്കുഴി രൂപപ്പെട്ടു. ചിരിച്ചപ്പോൾ ഇടത് സൈഡിലെ കട്ടപ്പല്ല് തെളിഞ്ഞു കണ്ടു. എല്ലാത്തിനുമുപരി ആ പൂച്ചക്കണ്ണ് പോലും പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. "ക്യാൻ ഐ കിസ് യു സാർ?" ഇരു പൂച്ചക്കണ്ണും ചിമ്മി തുറന്നു കൊണ്ടവൾ ഒന്നുകൂടെ അവനോട് ചേർന്നപ്പോൾ അവൻ്റെ ശരീരത്തിലെ ആ വിറയൽ അവൾ അറിഞ്ഞു. "വാട്ട്?" അവളുടെ ചോദ്യം കേട്ട പകപ്പിൽ അവൻ്റെ ശബ്ദം അല്പം ഉയർന്നപ്പോൾ അവനിൽ നിന്ന് അകലാതെ തന്നെ അവൾ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. "ഇങ്ങനെ ഒച്ചയെടുത്ത് പേടിപ്പിക്കുന്നത് എന്തിനാ? ഞാൻ തൊട്ടടുത്തില്ലേ, മെല്ലെ പറഞ്ഞാൽ മതി സാർ." ലിപ്സ്റ്റിക്കിൻ്റെ അംശം പോലുമില്ലാത്ത ആ ചോരച്ചുണ്ടുകൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ടവൾ പറഞ്ഞപ്പോൾ അവനൊരു നിമിഷം അവളെ നോക്കി. "സ്റ്റേ അവേ ഫ്രം മീ ആയില്ല, അതർവൈസ് യു വിൽ റിഗ്രറ്റ് ഇറ്റ്." ഞാൻ മാറില്ല. എനിക്കൊന്ന് ചുംബിക്കണം. ആ നാറി ശ്രേയസ് എന്നെ ചതിച്ചു. ആ അലവലാതി ഗോപികയുടെ കൂടെ ഫ്ലാറ്റിൽ ഞാൻ കണ്ടതാ രണ്ടും കൂടെ. എനിക്കതിന് പ്രതികാരകം ചെയ്യണം." എന്തൊക്കെയോ നുള്ളിപ്പൊറുക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ നെഞ്ചത്തോട് കയറുന്നവളെ അദ്വിക് പിടിച്ചു വെച്ചു. "ഐ ആം യുവർ ബോസ് ആയില്ല, നീ അത് മറക്കരുത്. മര്യാദയ്ക്ക് ഫ്ലാറ്റിൽ പോകാൻ നോക്ക്." കുടിച്ചു വെളിവില്ലാതെ നിൽക്കുന്നവളോട് ചൂടായിട്ട് കാര്യമില്ലെന്ന് തോന്നിയ അവൻ സമാധാനത്തോടെ പറഞ്ഞപ്പോൾ കുറച്ചുനേരം അവനെ നോക്കി നിന്നവൾ പിന്നെ അനുസരണ ഉള്ളൊരു കുട്ടിയെപ്പോലെ തലയാട്ടിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. അപ്പോൾ അവൾ പോയി എന്നുറപ്പായപ്പോൾ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ടവൻ ചുളുങ്ങിപ്പോയ ഷർട്ട് പിടിച്ച് നേരെയാക്കി ടേബിളിൽ കിടക്കുന്ന ഫോൺ എടുത്ത് പോവാനായി തിരിഞ്ഞ അതേ നിമിഷം തന്നെ ഡോർ തുറന്ന് കാറ്റ് പോലെന്തോ വന്നവനെ പൊതിഞ്ഞിരുന്നു. പെട്ടെന്നുള്ള അറ്റാക്കിൽ ശക്തിയായി പിറകിലെ ടേബിളിൽ ഇടിച്ചു പോയ അവൻ നെഞ്ചിലേക്ക് വന്നവൾ വീഴാതിരിക്കാൻ അരയിൽ കൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച ആ നിമിഷം തന്നെ എത്തിക്കുത്തി കാൽപൊക്കി നിന്നവൾ അവൻ്റെ ഇരു കവിളിലും കൈയമർത്തി വെച്ച് അവൻ്റെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചിരുന്നു. ആ ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും പറ്റാതവൻ തറഞ്ഞു നിന്നുപോയി. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ആവും വിധത്തിൽ തൻ്റെ ഇരു ചുണ്ടിനെയും കടിച്ചു നുണയുന്നവളെ നോക്കിക്കൊണ്ടവൻ അവളുടെ ഇടുപ്പിൽ കൈയമർത്തി. അവളുടെ ചുണ്ടിൻ്റെ മാർദ്ദവവും നാവിലൂടെ അറിയുന്ന മദ്യത്തിൻ്റെ രുചിയും ചേർന്ന് നിൽക്കുന്നവരുടെ നെഞ്ചിടിപ്പ് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നു. ഏതോ ഒരു നിമിഷം അവൾ തളർന്നു തുടങ്ങി കാലുകൾ നിലത്തേക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതറിഞ്ഞ അവൻ അവളെ പൊക്കി കയ്യിലെടുത്തുകൊണ്ട് അവളേക്കാൾ വേഗതയിൽ അവളെ ചുംബിച്ചു തുടങ്ങിയപ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ വിരലുകൾ കോർത്തു വലിച്ചു. കാറ്റിൻ്റെ വേഗതയിൽ തന്നെ ചുംബിച്ചെടുക്കുന്നവനെ എതിർക്കാനാവാതവൾ അവൻ്റെ ദേഹത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു പോയി. എന്നാൽ പെട്ടെന്ന് പിറകിൽ എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടപ്പോൾ അവളെ എടുത്തുയർത്തിക്കൊണ്ട് തന്നെ അവൻ തിരിഞ്ഞപ്പോൾ കണ്ടു കണ്ണും വഹിച്ച് തങ്ങളെ നോക്കി നിൽക്കുന്ന ശ്രേയസിനെയും ഗോപികയെയും. ഇരുവരുടെയും സ്മൂച്ചിങ് കണ്ട ഞെട്ടലിൽ ശ്രേയസിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വീണ ശബ്ദമായിരുന്നു നേരത്തെ കേട്ടത്. "വാട്ട്?" അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ ഇരുവരെയും നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ കുറച്ചു മുന്നേ സങ്കടത്തോടെ പറയുന്നവളുടെ വാക്കുകളായിരുന്നു. അത് സാർ, ഫയൽ ഇപ്പോൾ തന്നെ വരാൻ പറഞ്ഞിരുന്നു." ശ്രേയസ് ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ട ഗോപിക തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴാണ് അദ്വിക്കിന് കുറച്ചു മുന്നേ താൻ അയച്ച മെസ്സേജ് ഓർമ്മ വന്നത്. എങ്കിലും അവനത് മുഖത്ത് കൊടുത്തില്ല. "യു ഗോ നൗ." അവരെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അദ്വിക് ക്യാബിൻ ഡോർ വലിച്ചടച്ചു. അപ്പോൾ വല്ലാത്തൊരു അമർഷത്തോടെയും നിരാശയോടെയും അടഞ്ഞ ഡോർ നോക്കി നിൽക്കുന്നവനെ നോക്കി ഗോപിക അവിടെ നിന്ന് പോയി. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവനെ ആവശ്യം അവൾക്കില്ലായിരുന്നു. പിറ്റേന്ന് തല വെട്ടിപ്പുളയുന്ന കോലത്തിലായിരുന്നു അല്ലു ഉറക്കമുണർന്നത്. ഇന്നലെ ആദ്യമായി ഡ്രിങ്ക് ചെയ്തതിൻ്റെ എല്ലാ എഫക്റ്റും തലവേദനയുടെ രൂപത്തിൽ വരുന്നുണ്ടായിരുന്നു. "ഓ, ഉമ്മിച്ചി എഴുന്നേറ്റോ? എന്തേ ഇത്ര നേരത്തെ എഴുന്നേറ്റത്?" കയ്യിലൊരു കോഫിയുമായി റൂമിലേക്ക് കയറി വന്ന അഞ്ജു ബെഡിൽ തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്നവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ വേദനയ്ക്കിടയിലും അല്ലു അവളെ ദേഷ്യത്തിൽ നോക്കി. "നീ എന്നെ നോക്കി പേടിപ്പിക്കേണ്ട. എന്തായിരുന്നു ഇന്നലത്തെ നിന്റെ അവസ്ഥ? എന്തു തന്നെയായാലും അവനോടുള്ള വാശിക്ക് വേണ്ടിയാണെങ്കിലും പബ്ബിൽ പോയി കുടിക്കണ്ട എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, കേട്ടില്ലല്ലോ." അഞ്ജു അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അല്ലു സങ്കടത്തോടെ തല താഴ്ത്തിയിരുന്നു. "ദേ, ഈ തലയും താഴ്ത്തി ഇരിക്കുന്ന ആളാണ് നമ്മുടെ നായിക. പേര് ആയില്യ എന്ന അല്ലു." ജനിച്ച ഉടനെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച അല്ലുവിനെ എടുത്തു വളർത്തി വലുതാക്കിയത് തണൽ എന്നു പേരുള്ള ആശ്രമത്തിലെ കുറച്ച് അമ്മമാരായിരുന്നു.
അവിടെ വെച്ച് കുഞ്ഞുനാൾ മുതൽക്കേയുള്ള അവളുടെ കൂട്ടായിരുന്നു അഞ്ജലി എന്ന അഞ്ജു. അവളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടപ്പോൾ അവിടെ എത്തിച്ചേർന്നതായിരുന്നു. ഒരുപാട് അമ്മമാരുടെ സ്നേഹം കിട്ടി അവർ വളർന്നു വലുതായി. നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിലും ഉയർന്ന വിജയം നേടിക്കൊണ്ടവർ ആശ്രമത്തിലുള്ളവരുടെ അനുഗ്രഹത്തോടെ ജോലി നേടി അവരുടെ സ്വപ്ന നഗരമായ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു.